ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് റിയോ ഡി ജനീറോ. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. താഴെ പറയുന്ന ശരിയായ ജോഡികൾ ഏതെല്ലാമെന്ന് വെച്ചാൽ 1, 2, 4 ശരിയാണ്. അതായത് യങ് ഇന്ത്യ മഹാത്മാഗാന്ധി, കേസരി ബാലഗംഗാധര തിലക്, കോമൺവെൽത്ത് ആനി ബസന്റ്. യങ് ഇന്ത്യ മഹാത്മാഗാന്ധി, കേസരി ബാലഗംഗാധര തിലക്, കോമൺവെൽത്ത് ആനി ബസന്റ്. ജനകീയ ചൈന നിലവിൽ വന്നത് എന്നാണ്? 1949 ഒക്ടോബർ 1. താഴെ പറയുന്ന മാർത്താണ്ഡവർമ്മയെ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 2ഉം 3ഉമാണ്. അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ്. പതിവ് കണക്ക് എന്ന ബജറ്റ് പദ്ധതിക്ക് രൂപം നൽകി. താഴെ പറയുന്ന മൂഷകവംശ മഹാകാവ്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാമാണ്? എല്ലാം ശരിയാണ്. ഈ കൃതി 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു. ശ്രീകണ്ഠൻ എന്ന രാജാവിൻ്റെ കാലത്താണ് രചിക്കപ്പെട്ടത്. അതുലൻ എന്ന കവിയാണ് രചയിതാവ്. രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് രചിക്കപ്പെട്ടതാണ് ഈ കൃതി. ഭൂകമ്പം വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്നതിന് കാരണമാകുന്നു. ഭൂകമ്പം സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ വ്യത്യസ്ത തരത്തിലാണ് സഞ്ചരിക്കുന്നത്. താഴെ നൽകിയിട്ടുള്ള ഭൂകമ്പ തരംഗങ്ങളിൽ ഏത് തരംഗമാണ് തരംഗദിശയ്ക്ക് സമാന്തരമായി കമ്പനം സൃഷ്ടിക്കുകയും തന്മൂലം പദാർത്ഥങ്ങൾക്ക് വികാസം സങ്കോചങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത്? പ്രാഥമിക തരംഗം, ദ്വിതീയ തരംഗം, പ്രതല തരംഗം. ആൻസർ പ്രാഥമിക തരംഗമാണ്. നദികൾ വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിൽ ഒന്നാണ് ഡെൽറ്റകൾ. താഴെ നൽകിയിട്ടുള്ള നദികളെ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദികൾ കണ്ടെത്താനെന്ന് വെച്ച് കാവേരിയും മഹാനദിയുമാണ് ഡെൽറ്റ സൃഷ്ടിക്കുന്നത്. 1:50,000 സ്കെയിലിലുള്ള ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ 2 സെൻറ്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്ററാണ്? 1 കിലോമീറ്റർ. താഴെ നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത്? സാദിയ ദുബ്രി ആണ്. താഴെ തന്നിരിക്കുന്ന ഏത് ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്? പത്തനംതിട്ട ആണ്. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം ഇന്ത്യ. അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്ന ഏതാണ്? 1ഉം 2ഉം ശരി. IBRD, IMF. 1980കളിൽ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ കാരണമായ ഘടകമാണ് വിദേശ വിനിമയ ക്ഷാമവും എണ്ണവില വർധനവും. ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത് ഏത് സംസ്ഥാനങ്ങൾക്കാണ് എന്ന് ചോദിച്ചാൽ പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് പഞ്ചവത്സര പദ്ധതി ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കാൻ ആധുനികവൽക്കരണം എന്ന് പറയുന്നത് പുതിയ സാങ്കേതിക വിദ്യ, സ്വാശ്രയത്വം എന്ന് പറയുന്നത് ഇറക്കുമതി ബദൽ, സമത്വം എന്ന് പറയുന്ന അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരം. ആധുനികവൽക്കരണം എന്ന് പറയുന്നത് ഇറക്കുമതി ബദലാണ്. ആധുനികവൽക്കരണം പുതിയ സാങ്കേതിക വിദ്യയാണ്. സ്വാശ്രയത്വം എന്ന് പറയുന്നത് ഇറക്കുമതി ബദലാണ്. സമത്വം എന്ന് പറയുന്നത് അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരം. ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്. 1ഉം 3ഉം 4ഉമാണ്. HYV വിത്തുകൾ, അടുത്തത് രാസവളങ്ങളും കീടനാശിനികളും, ട്രാക്ടർ, പമ്പ് സെറ്റ് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനാണ് സുമൻ ബെറെ. ഓഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ്? 50%. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതിയാണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതി. താഴെ പറയുന്ന വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് 1ഉം 2ഉമാണ്. രാഷ്ട്രം 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകേണ്ടതാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. സൈബർ നിയമങ്ങളിൽ നിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര പാർലമെൻറ്റിനാണ്. ഭരണഘടനയുടെ ആമുഖത്തെ വിട്ടുപോയ ഭാഗം എഴുതുക. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. ആൻസർ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവിയാണ് ജനറൽ അനിൽ ചൗഹാൻ. രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് നിഴൽ പദ്ധതി.
സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥ വിഭാഗമാണ് സംസ്ഥാന സിവിൽ സർവീസ്. സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾ നടത്തുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് ആണ്. ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ